നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇൻകം ടാക്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? ടാക്സ് എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ടാക്സാണ്. ഇപ്പം ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ എന്താ? ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ ആ ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി പേ ചെയ്യുന്നതാണ് ഗവൺമെൻറ്റിലേക്ക്. ഒരു ടാക്സ് പ്ലെയർ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ടു ടാക്സ് പ്ലെയർ. ഇത് ഇമ്പോസ് ചെയ്യുന്നതാരാ? ഗവൺമെൻറ്റാണ്. cannot ട്രാൻസ്ഫർ ടു എനി അതർ പേഴ്സൺ ഫോർ പേയ്മെൻറ്റ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വരുവാണെങ്കിൽ ഇൻകം ടാക്സ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് അല്ലേ പേ ചെയ്യുന്നത്. വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, പിന്നെ എസ്റ്റേറ്റ് ഡ്യൂട്ടി, അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ ടാക്സ്, ഫ്രിഞ്ച് ബെനിഫിറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് പറയുന്നത്. ഇനിയിപ്പം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പം പെയ്ഡ് ബൈ എ ടാക്സ് പ്ലെയർ ത്രൂ ആൻ ഇൻ്റർമീഡിയറി. ഒരു ഇൻ്റർമീഡിയറി മുഖേന നമ്മളൊരു ടാക്സ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻ അതർ വേസ് ത്രൂ ദ ഗവൺമെൻറ് കളക്ട് ഇൻഡയറക്റ്റ്ലി ടാക്സ് ഫ്രം പീപ്പിൾ ത്രൂ ദ ഇൻ്റർമീഡിയറി. ലൈക്ക് ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. ഇപ്പം നമ്മളാണെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ മേൽ ഗവൺമെൻറ് ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറയുന്നത്. സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ അകത്ത് വരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് സഹിതം പറയാം.